മേൽപ്പാൽ കായൽ. മേൽപ്പാലത്തിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് 3-4 തൂണുകളായി അല്ലേ? പണിക്കാരൊക്കെ ഒന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. സൈഡുകളിലൊക്കെ നല്ല വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? കോവളം പോകുന്ന റോഡ്, കന്യാകുമാരി കോവളം. എന്താ ഭാഗത്ത് വണ്ടി സെയിലിനിട്ടിരിക്കുന്നതാണ് ആ സൈഡൊക്കെ. അവിടെ ഒരു ചെറിയൊരു തട്ടുകട അവിടെ ഉണ്ട്. ലോറിക്കാരൊക്കെ വേണ്ട ലോറിക്കാരൊക്കെ ഇവിടെ സാധനങ്ങൾ കൊണ്ടുവന്ന് നിർത്തി ഇവിടെ സാധനം ഇറക്കാൻ വേണ്ടിയിട്ടായിരിക്കും. തിരുവല്ലം സ്കൂൾ മേൽപ്പാലം. ഇവിടെ ഈ ക്ഷേത്രത്തിലാണ് ഈ മരിച്ചവരുടെ ചടങ്ങുകൾ വരുന്നത്, ബലിയിടാൻ വേണ്ടിയിട്ട് വരുന്നത്. തിരുവല്ലം. അതെ, ഭംഗിയുണ്ടല്ലേ? ഇവിടെയൊക്കെ റോഡ് സൈഡിൽ തടികൾ വാരി അടുക്കി വെച്ചിരിക്കുന്നത്. പ്ലാവാണ്. കാർ വർക്ക്ഷോപ്പ് ആണ് ഗേസ്. ഇവിടെ ഒരു സ്കൂളുണ്ട് ഗേസ്. നമ്മൾ കോവളം പോകുന്ന മെയിൻ റോഡിലേക്ക് വന്ന് കയറി. ടോൾ കൊടുക്കാതെയാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടി വന്നത്. കന്യാകുമാരി കോവളം നേരെ. മീറ്ററിലെ പോവുള്ളൂ നമ്മളാണ് അല്ലേ വേഗത. ഇനി ഇതിൻ്റെ തൊട്ടടുത്തുള്ള ജംഗ്ഷൻ വരുന്നത് കോവളം. കോവളം എത്ര? ഇനി ഒരു 1 കിലോമീറ്റർ കോവളത്തെ. അതെ അതെ. കാലി ലോറിയാണ് പോകുന്നത് അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഭാഗങ്ങളൊക്കെ കാണാൻ. നല്ല പച്ചപ്പും പൂക്കളും എല്ലാം ഉണ്ട്. വലത്തോട്ട് കന്യാകുമാരി നേരെ. കന്യാകുമാരിക്ക് 78 കിലോമീറ്റർ. ഇവിടെ നിന്നാണ് നമ്മൾ വലത്തോട്ട് കോവളം പോകുന്നത്. നേരെ കന്യാകുമാരി, ഇടത്തോട്ട് വിഴിഞ്ഞം. പിന്നെ തിരിച്ചു വരുവാണെങ്കിൽ അവിടെയും കൂടി കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ചാള തണ്ണിമത്തൻ.
ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഇങ്ങനെ കറക്കാന്ന് പറഞ്ഞത്. വിഴിഞ്ഞം നമ്മൾ ടൗണിലേക്ക് എത്തി. വിഴിഞ്ഞം ഹാർബർ. ഓട്ടോ സ്റ്റാൻഡിൻ്റെ ബഹളം. ഒരു 10-100 ആട്ടെങ്കിലും വരും. ആകെ 1-2 കിടന്ന എടുത്ത് ഇപ്പോൾ 100 ആട്ടയായി. ഇത് റോഡ് വീതി കൂട്ടേണ്ട വരുമല്ലോ ഈ കണക്കാണെങ്കിൽ. അങ്ങോട്ടൊരു വണ്ടി കൊണ്ട് പോകണമെങ്കിൽ എന്നൊക്കെ ആൾക്കാർ പരാതി പറയുന്നുണ്ട്. അപ്പം അത് കാരണം കൊണ്ട് നമ്മളിന്നിപ്പം കുറച്ച് ആ ഭാഗം കൂടി നമ്മൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഭാഗത്തോട്ട് പോവാം. വേസ്റ്റുള്ള ഒഴുകി വരുന്ന സ്ഥലമാണ്. കടൽ ഭിത്തിയാണ് ആ കാണുന്നതെല്ലാം. വിഴിഞ്ഞ ഹാർബർ ഇതാ കാണുന്നത്. ഇത് കപ്പൽ വന്ന് നടക്കുന്നുണ്ടോ, വലിയൊരു കപ്പൽ വന്ന് നടക്കുന്നുണ്ടോ. അതുപോലെ ഇതേണ്ട ഈ സൈഡുകളിലെല്ലാം ഇതുണ്ടോ വള്ളങ്ങൾ ഒതുക്കിയിട്ടിരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ തൃശ്ശൂർ ഇവിടെയുള്ള ആളാണ് കപ്പലിൻ്റെ കപ്പിത്താൻ. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങോട്ട് പോയിട്ടേ ആ കാഴ്ചകളെല്ലാം നമുക്കൊന്ന് കാണാം. അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കൊന്ന് കാണാൻ പറ്റും. ഒന്ന് നോക്കാം. മല പോലെ കൊണ്ട് പാറ കൊണ്ട് അടിച്ചു കൂട്ടിയിരിക്കുന്നത്. ഇതെല്ലാം കടലിൽ താക്കാനുള്ള പരിപാടിയാണത്. വിഴിഞ്ഞം പോർട്ടിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇവിടെ വള്ളങ്ങളെല്ലാം ഒതുക്കിയിട്ടിരിക്കുന്നത് കാണാം. പിന്നെ ഇവിടെ കുറേ കട പോലെ ഇവിടെ കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ. മുകളിൽ ഇത് ഇപ്പോൾ അദാനിയുടെ ഈ സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഈ കാമ്പൗണ്ടിനകത്ത് കാണുന്നതെല്ലാം അദാനിയുടെ കപ്പലിൻ്റെ സംഭവങ്ങൾ ആണ് ഇവിടുത്തെ ഈ കാണുന്നത്. നമുക്ക് അപ്പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ വരെ നമുക്ക് ഈ സൈഡ് വരെയൊക്കെ ഇങ്ങനെ ഒന്നും നോക്കാനേ പറ്റുള്ളൂ. അപ്പുറത്തോട്ടൊന്നും പോകാൻ നമുക്ക് പാടില്ല. ക്യാമറ കണ്ട എടുക്കാൻ പാടില്ലെന്ന് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അങ്ങോട്ട് ക്യാമറ ഉപയോഗിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് അങ്ങോട്ട് പോകുന്നില്ല. അദാനിയുടെ കാമ്പൗണ്ടിൻ്റെ തൊട്ടടുത്തുള്ള വള്ളങ്ങൾ ഒതുക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. 2 ട്രാക്ടർ വേണ്ട വള്ളങ്ങൾ വലിച്ചു കയറ്റുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്നത് കണ്ട വള്ളങ്ങൾ വരുന്നുണ്ട്. വിഴിഞ്ഞത്ത് പോകുന്ന വള്ളങ്ങൾ വേണ്ട. അപ്പോൾ നമുക്ക് അവിടെ പള്ളിയുണ്ട്. ആ പള്ളി കൂടി നമുക്ക് പോയി വീഡിയോ എടുക്കാം. മാതാവിൻ്റെ ഫോട്ടോ, മാതാവിൻ്റെ ഒരു ഇത് ഇരിക്കുന്നുണ്ട്. ഒരു കുരിശടിയായിട്ടുള്ള ഒരു സ്ഥലമാണ്. അത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലം. വേണ്ടി നമ്മൾ പള്ളിയുടെ അടുത്ത് നമ്മൾ വന്നതാണ്. അപ്പം ഈ കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ വിഴിഞ്ഞം പള്ളിയുടെ ഇതാണ് ഈ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്ക് അങ്ങോട്ട് കൂടി നോക്കിയിട്ട് വാ. ഇനി വാ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വിഴിഞ്ഞത്തിൻ്റെ വള്ളങ്ങളെല്ലാം ഒതുക്കിയിട്ടിരിക്കുന്ന വള്ളം വരുന്നതെല്ലാം കാണാൻ പറ്റും. വിഴിഞ്ഞം പള്ളിയാണ് ഈ കാണുന്നത്. അതിൻ്റെ ഹീറ്റായിക്കൊണ്ടിരിക്കും. ഞങ്ങൾ കയറ്റുന്നത് കാണാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ കപ്പലാണ് ഇവിടെ വിഴിഞ്ഞത്ത് വന്നിരിക്കുന്നത്. ഹാർബറിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. വള്ളങ്ങളെല്ലാം ഒതുക്കിയിട്ടിട്ടുണ്ട്. ബോട്ടിൻ്റെയൊക്കെ മെഷീനാണ് ഈ വച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് പോയി നമുക്ക് വീഡിയോ എടുക്കാം. ഈ മീന്
മീൻ കൊണ്ടുവരുന്നത് നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. അവിടെ ആൾ കൂടി കിടപ്പുണ്ട്. മീനുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങോട്ട് പോയി മാർക്കറ്റാണ്. ഇന്ന് മീനുകളെല്ലാം കുറവാണ്. ഇവിടെ ചൂര, നെമ്മീൻ, നവര, നത്തോലി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. വള്ളത്തിൽ ചൂര കിടക്കുന്ന കാണണമെങ്കിൽ നല്ല ചൂര കിടക്കുകയാണ്. ഇനിയിപ്പോൾ അത് ഇറക്കാൻ വേണ്ടിയിട്ട് ലേലം വിളിക്കാൻ പോവുകയാണ്. ഇതാണ്ട് പറിക്കാണ്ട് പോകും. നല്ല ചൂര, അല്ല നെമ്മീൻ പോലത്തെ ചൂരയാണ്. നെമ്മീൻ ചൂര അവിടെ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ അവിടെ പോയി കാണാം. കണ്ടോ? നല്ല പോലെ നല്ല ഉരുളന്ന വരാം. വെള്ളമേ വാ. നല്ലൊരു പള്ളി ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോവാം. വാ. വിഴിഞ്ഞത്തോടെ ചേർന്ന് നമ്മുടെ ഇരിക്കുന്നതാണ് ഈ വിഴിഞ്ഞം പള്ളി ഈ കാണുന്നത്. നമ്മളെ ഈ വന്ന കൂടത്ത് തന്നെ നമ്മൾ ഈ പള്ളിയുടെ ഇതും കൂടി നമ്മൾ ഈ സൈഡിലുള്ള കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. നമ്മുടെ ഭാഗങ്ങളെല്ലാം കാണിക്കുകയാണ്. ഈ സൈഡുകളിൽ ബോട്ടുകൾ എല്ലാം വള്ളങ്ങളെല്ലാം ഒതുക്കിയിട്ടിരിക്കുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അങ്ങ് അവിടെ ഫുഡ് കഴിക്കണം എന്നുള്ളവർക്ക് രാത്രി പോയി കഴിഞ്ഞാൽ ഇഷ്ടം 10-11 മണി വരെയും 11-12 മണി വരെയും അവിടെ ഫുഡുണ്ട്. നല്ല ഫുഡ്. കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഴിഞ്ഞത്തിൻ്റെ വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ചൂര അങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ഇവിടെ വെച്ച് വിൽക്കുന്നുണ്ട്. പക്ഷേ മീൻ കുറവാണെന്ന്. ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ മീൻ കുറവ്. അത് എത്രയാണത്? എത്രയാണ് കൊഞ്ച്? 450 രൂപ. ഇത് തെരച്ചിയ എത്ര? അത് അല്ല എത്ര? അത് 500 രൂപ. ഇവിടെ നിന്നൊക്കെയാണ് മീനുകൾ വണ്ടികളിൽ കയറ്റി വിടുന്നത്, ലോഡ് ചെയ്ത് വിടുന്നത്. ഇവിടെയാണ് അതിൻ്റെ ഓഫീസ് പോലെ സ്ഥലം. വാ. ഇത് കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്, വള്ളത്തിനൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഈ വഴികൾ കാണുന്നത്. ഇതിലേക്ക് ഹാർബറിൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണുന്നത്. വള്ളങ്ങളെല്ലാം ഒതുക്കിയിട്ടിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അതേപോലെ തന്നെ കടൽ ഭിത്തി കെട്ടിയിരിക്കുന്ന ആ സൈഡുകളിൽ വേണ്ട, ഇവിടെ ഈ സൈഡിൽ ബോട്ട് വേണ്ട കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ബാക്കിയെല്ലാം നമുക്ക്